മുട്ടിയാൽ ചേരയും കടിക്കും. വോട്ടും വാങ്ങി ചുമ്മാതെ പോയിരുന്നാൽ മിണ്ടാതിരിക്കുന്ന നാട്ടുകാരൊക്കെ അങ്ങ് പണ്ട് പണ്ട. ഇപ്പോൾ അപ്പോ പ്രതികരിക്കുന്നവരാണ്. അതുപോലെ തന്നെ BJP നേതാവിന് ഇപ്പോൾ പണി കിട്ടിയിരിക്കുകയാണ്. പശ്ചിമ ബംഗാളിൽ പ്രളയ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ പരിശോധിക്കാനെത്തിയ BJP MP-യെയും മറ്റ് നേതാക്കളെയും കല്ലെറിഞ്ഞുകൊണ്ടാണ് ജനക്കൂട്ടം പ്രതിരോധിച്ചത്. മാൾഡ ഉത്തരയിൽ നിന്നുമുള്ള MP ഗഗൻ മുർമുവിനും സംഘത്തിനും നേരെയാണ് ആക്രമണമുണ്ടായത്. തലയ്ക്ക് സാരമായി പരിക്കേറ്റ ഗഗൻ മുർമുവിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ജൽപായിഗുരി ജില്ലയിലെ നഗ്രകാട്ടയിൽ പ്രളയത്തിലും മണ്ണിടിച്ചിലും നാശനഷ്ടമുണ്ടായ പ്രദേശങ്ങളിൽ പരിശോധനയ്ക്കും ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്കുമായി എത്തിയതായിരുന്നു MP-യും സംഘവും. MLA ശങ്കർ ഘോഷും അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്നു. ഇരുവരെയും ഒരു കൂട്ടം ആളുകൾ വളഞ്ഞിട്ട് ആക്രമിക്കുകയായിരുന്നു. ഇവരുടെ വാഹനവും തകർക്കപ്പെട്ടു എന്നാണ് അറിയാൻ കഴിയുന്നത്. തലയ്ക്ക് സാരമായി പരിക്കേറ്റ ചോരയൊലിപ്പിക്കുന്ന MP-യുടെ ചിത്രങ്ങളും BJP നേതാക്കൾ പുറത്തുവിട്ടു. ഗഗൻധ വാഹനത്തിൽ രക്തത്തിൽ കുളിച്ചു കിടക്കുകയാണ്. കാറിന്റെ ഒരു ഗ്ലാസ് പോലും ബാക്കിയില്ല. കാറിനുള്ളിൽ എല്ലായിടത്തും തകർന്ന ചില്ലകളും കല്ലുകളുമാണ് ഉള്ളത്. അടിയന്തര വൈദ്യസഹായത്തിനായി തങ്ങൾ ഉടൻ തന്നെ ഇവിടെ പോകുകയാണ് എന്നാണ് BJP പോസ്റ്റ് ചെയ്തത്. മുർമുവിനൊപ്പം ആശുപത്രിയിലേക്ക് പോകുന്ന വഴിക്ക് പങ്കുവച്ച വീഡിയോയിൽ MLA ഘോഷ് പറഞ്ഞത് ഇപ്രകാരമാണ്. BJP MP-യും MLA-യും പശ്ചിമബംഗാളിലെ പ്രളയബാധിത പ്രദേശങ്ങൾ സന്ദർശിക്കുകയും ദുരിതാശ്വാസ സാമഗ്രികൾ വിതരണം ചെയ്യുകയും ചെയ്യുന്നതിനിടെ പോലീസിന്റെ സാന്നിധ്യത്തിൽ ക്രൂരമായി ആക്രമിക്കപ്പെട്ടുവെന്ന് BJP നേതാവ് സുഗാന്ത മുജാംദുൽ ആരോപിക്കുകയാണ്. മുഖ്യമന്ത്രി മമതാ ബാനർജി ഈ ഭീരുത്വവും നാണംകെട്ട പ്രവൃത്തിയും ബംഗാളിലെ ജനങ്ങൾ ഒരിക്കലും മറക്കില്ല. ഇന്നലെ മുതൽ ഇന്ന് വരെ നിങ്ങൾ കാണിച്ച അധാർമികതവും മനുഷ്യത്വരഹിതവുമായ ഓരോ ക്രൂരതയ്ക്കും ബംഗാളിലെ ജനങ്ങൾ നിങ്ങളെ ശിക്ഷിക്കുമെന്നാണ് പറഞ്ഞത്. അതേപോലെ ഇതുപോലൊരു സംഭവം കേരളത്തിലും ഈ കഴിഞ്ഞ ഇടയ്ക്ക് ഉണ്ടായിട്ടുണ്ട്. അതുകൂടി ഇതോടൊപ്പം ചേർക്കുന്നു. വോട്ട് പെട്ടിയിലാക്കി MLA മൂടി തട്ടിപ്പോയതാണ്. പക്ഷേ ആ മണ്ഡലത്തിൽ ഒരു വികസനവും കണ്ടില്ല എന്നായപ്പോൾ ജനങ്ങൾ പ്രതികരിച്ചു തുടങ്ങി. മാലിന്യ പ്രശ്നത്തെ ചൊല്ലിയുള്ള പ്രതിഷേധത്തിൽ കൂത്തുപറമ്പ് MLA KP മോഹനനെയാണ് നാട്ടുകാർ നല്ല രീതിക്ക് കൈകാര്യം ചെയ്തത്. അങ്കണവാടി ഉദ്ഘാടനം ചെയ്യാനെത്തിയതായിരുന്നു MLA. കരിയാട് തണൽ ഡയാലിസിസ് കേന്ദ്രവുമായി ബന്ധപ്പെട്ട മാലിന്യ പ്രശ്നത്തിലെ പ്രതിഷേധമായിരുന്നു കയ്യേറ്റത്തിലെത്തിയത്. മാസങ്ങളായി നാട്ടുകാർ പ്രതിഷേധത്തിലായിരുന്നു. ഡയാലിസിസ് സെന്ററിലെ മാലിന്യങ്ങൾ അകത്തേക്ക് ഒഴുക്കുന്നു എന്ന പ്രശ്നം ഉന്നയിച്ചുകൊണ്ടായിരുന്നു ഇവരുടെ പ്രതിഷേധം നടന്നത്. പ്രശ്നം നാട്ടുകാർ പലതവണ അറിയിച്ചിട്ടും പ്രതിഷേധത്തെ വേണ്ടവിധം MLA പരിഗണിച്ചില്ല എന്നതാണ് കയ്യേറ്റം വരെ എത്തിച്ചത്. ഇതാ പറയുന്നത് അളമുട്ടിയാൽ ചേരയും കടിക്കുമെന്ന്. ജനസേവനമല്ല അധികാരമോഹവുമായി നടക്കുന്ന എല്ലാ നേതാക്കന്മാർക്കും ഇതൊരു പാഠമാകട്ടെ. വികസനവും മേന്മയും എല്ലാം പത്രത്തിന്റെ പേജിൽ മാത്രമാണ് ഒതുങ്ങിയിരിക്കുന്നത്. സത്യം അതിനും അപ്പുറമാണ്. ശക്തമായ ഭരണവിരുദ്ധ വികാരം സംസ്ഥാനത്ത് ഉണ്ട് എന്നതിന് ഏറ്റവും തെളിവായിരുന്നു ഈ MLA-ക്ക് കിട്ടിയ ഗിറ. അവിടെ പിണറായി വിജയന്റെ വികസന സദസ്സിനൊന്നും കാര്യമായ റോളില്ല എന്നത് സത്യമാണ്. പല LDF MLA-മാരും ഭരണ നിർവഹണത്തിൽ വലിയ പരാജയമാണ് എന്നുകൂടി തെളിയിക്കുന്നു. അങ്ങനെയുള്ള MLA-മാരെ പൊതുജനം തെരുവിൽ നേരിടും. അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇപ്പോൾ കണ്ടത്. കൂത്തുപറമ്പ് എന്നത് CPIM-നെ സംബന്ധിച്ച് അവരുടെ തട്ടകമായിരുന്നു. ആ നാട്ടിൽ നിന്ന് തന്നെയാണ് പിണറായി സർക്കാരിൽ ഒരു MLA-ക്കെതിരെ ജനങ്ങൾ കൈയേറ്റവുമായി രംഗത്ത് വന്നത്. ഇത് LDF സർക്കാരിന്റെ പൂർണ്ണ പരാജയമെന്നാണ് പറയേണ്ടത്. അതേസമയം MLA-മായി നാട്ടുകാർക്കുണ്ടായ വ്യക്തിപര ഭിന്നഭിപ്രായമാണ് കയ്യാങ്കളിയിലേക്ക് എത്തിയത് എന്ന് ഭരണപക്ഷം ന്യായീകരിച്ചതുമുണ്ടായിരുന്നു. അതിന് LDF എന്നത് ഒരു ഘടകം അല്ല എന്നും ഇടതുപക്ഷം പറയുന്നുണ്ട്. എന്നാൽ LDF MLA നാട്ടുകാരുമായി അടിയുണ്ടാക്കിയതിന്റെ ചീത്തപ്പേരിൽ നിന്നും സർക്കാരിന് ഒളിച്ചോടാൻ സാധിക്കില്ല എന്നത് മറ്റൊരു സത്യം. MLA-യുടെ കഴുത്തിന് പിടിച്ച് തള്ളുന്നതും MLA തിരിച്ചടിക്കുന്നതും എല്ലാം തന്നെ വീഡിയോയിൽ ദൃശ്യമായിരുന്നു. പണ്ടൊക്കെ ദൈവം പിന്നെ പിന്നെ എന്നായിരുന്നെങ്കിൽ ഇപ്പോൾ അപ്പോ തന്നെ അങ്ങ് കൊടുത്തു തീർക്കുകയാണ് എന്നാണ് ഇപ്പോൾ പറയാനുള്ളത്.